നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനാണ്. ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും ആ വാർത്ത കേട്ടിരിക്കുമല്ലോ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന്, നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം ലാലേട്ടന് ദാദാ ഫാൽക്കെ സാഹിബ് അവാർഡ്, ദാദാ ഫാൽക്കെ അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ് ആ സന്തോഷ വിവരം. ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ഇത്. ഈ പുരസ്കാരം 20 വർഷത്തിന് ശേഷമാണ് ഈ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തുന്നത്. ഈ പുരസ്കാരത്തെ പറ്റിയും അതിനർഹരായിട്ടുള്ള ആളുകളെ പറ്റിയും ഒക്കെ നിങ്ങൾക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. മോഹൻലാൽ എന്ന നടനെ നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ കാണാൻ തുടങ്ങിയതാണ്. തുടരും എന്ന സിനിമ വരെ, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം എന്ന സിനിമ വരെ നമ്മൾ അദ്ദേഹത്തെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 45, 42, 43, 45 വർഷങ്ങളായി അദ്ദേഹത്തെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നടൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് ലഭിച്ചത് എങ്കിലും അദ്ദേഹത്തിൻ്റെ നടന വൈഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ, കൂടുതലും അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു വില്ലൻ, അതായത് മീശ പിരിക്കലോ ചുണ്ടത്ത് പൈപ്പ് വെച്ച് സിഗരറ്റ് വലിക്കലോ ഒന്നുമില്ലാത്ത ഒരു വില്ലൻ. അതുവരെ നമ്മൾ കണ്ട വില്ലന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ചുണ്ടത്ത് പൈപ്പ് വെച്ചുകൊണ്ട് സംസാരിക്കുന്ന വില്ലന്മാർ, അട്ടഹസിക്കുന്ന വില്ലന്മാർ, ഇതൊന്നുമില്ലാത്ത സ്വാഭാവികമായ വൈഭവത്തോടുകൂടി, നടന വൈഭവത്തോടുകൂടി നമ്മുടെ മുന്നിലെത്തി നമ്മെ വെറുപ്പിച്ച, അതായത് അദ്ദേഹത്തെ, ആ കഥാപാത്രത്തെ നമ്മൾ വെറുക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ നമ്മൾ വെറുത്തു. അദ്ദേഹത്തിൻ്റെ വില്ലന്മാരെ ഒക്കെ നമ്മൾ വെറുത്തു. അദ്ദേഹത്തിൻ്റെ കാമുകന്മാരെ ഒക്കെ നമ്മൾ സ്നേഹിച്ചതുപോലെ, അദ്ദേഹത്തിൻ്റെ അച്ഛന്മാരെയൊക്കെ നമ്മൾ സ്നേഹിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വില്ലന്മാരെയും നമ്മൾ വെറുത്തു. കാരണം അത് ആ കഴിവാണ്. ആ കഴിവുകൊണ്ടാണ് നമുക്ക് ആ താതാത്മ്യം പ്രാപിക്കാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കഴിവ്. അവിടെ നിന്നും പിന്നീട് വന്ന സിനിമകളിലൊക്കെ അദ്ദേഹം നായക വേഷം ഇടാനായിട്ട് തുടങ്ങി. ഊഴം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം നായകനായിട്ട് എത്തുന്നത്. ആ സിനിമയുടെ സംവിധായകൻ നമ്മളോട് പറഞ്ഞത് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഷോട്ടിനൊക്കെ മുമ്പ് തന്നെ, വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആ വേഷമൊക്കെ ഇട്ട് അദ്ദേഹം അവിടെ വന്ന് ഇരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സംവിധായകൻ നമ്മളോട് പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പാട്ടുകളൊക്കെ വരുന്ന സമയത്ത്, മോഹൻലാൽ അവതരിപ്പിക്കുന്ന പാട്ടുകളൊക്കെ വരുന്ന സമയത്ത്, പണ്ട് നമ്മൾ പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്ക്രീനിൽ പാടുന്ന ആള് യേശുദാസ് ആയിക്കോട്ടെ, എം ജി ശ്രീകുമാർ ആയിക്കോട്ടെ, ആര് തന്നെ പാടിയാലും, അദ്ദേഹത്തിന് വേണ്ടി ആര് തന്നെ പാടിയാലും ആ പാട്ടൊക്കെ മോഹൻലാൽ തന്നെ പാടുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം നല്ല പാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലേ അദ്ദേഹം നല്ല പാട്ടുകാരൻ കൂടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് പ്രിയദർശനും
MG ശ്രീകുമാറും സുരേഷ് കുമാറും ഒക്കെ ആയിട്ടുള്ള സൗഹൃദത്തിൽ നിന്നാണ് അതൊരു വലിയൊരു സൗഹൃദമായിട്ട് മലയാള സിനിമയുടെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു ചരിത്രമായിട്ട് മാറുന്നത് അങ്ങനെയാണ്. ഹിന്ദിയിലും അദ്ദേഹം വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സംവിധാനത്തിലും ബറോസ് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് സംവിധാനത്തിലും അദ്ദേഹം വന്നിട്ടുണ്ട്. എങ്ങനെ ഒക്കെ നോക്കിയാലും സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പുരസ്കാരം, ദാദാ ഫാൽക്കെ അവാർഡ് പോലെയുള്ള ഒരു പുരസ്കാരം അദ്ദേഹം അർഹതപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനമിറങ്ങിയ സിനിമ ഹൃദയപൂർവ്വത്തിന് തൊട്ടു മുമ്പ് വന്ന തുടരും എന്ന സിനിമയിൽ അദ്ദേഹം മാത്രമല്ലല്ലോ ഒരു സിനിമയുടെ സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. തിരക്കഥാകൃത്തുണ്ട്, സംവിധായകനുണ്ട്. ഈ സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും ഫോട്ടോഗ്രാഫറുടെയും ഒക്കെ അവരുടെയൊക്കെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാ കാലത്തും. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ഷോട്ട് എടുക്കുന്ന സമയത്ത് അദ്ദേഹം സംവിധായകൻ പറയാതെ തന്നെ തിരിഞ്ഞ് നിൽക്കുക, ക്യാമറയ്ക്ക് പുറത്തിരിഞ്ഞ് നിന്നതിന് ശേഷം തിരിച്ച് ക്യാമറയുടെ മുമ്പിലേക്ക് മുഖം കാണിച്ചു വരിക, തിരിയുക എന്ന് പറയുന്ന ഒരു സംഗതി എങ്ങനെയാണ് അക്കാലത്ത് സംവിധായകർ ഉൾക്കൊണ്ടത്? പിന്നീട് അത് ക്ലിക്കായതോടു കൂടിയാണ് എല്ലാ സിനിമകളിലും മോഹൻലാലിൻ്റെതായിട്ടുള്ള ആ തിരിച്ചിൽ നമ്മൾ കാണാനായിട്ട് തുടങ്ങുന്നത്. അത് ക്ലിക്കായി. മോഹൻലാലിൻ്റെ തിരിഞ്ഞു വരവും ആ ശൈലിയും ഒക്കെ ക്ലിക്കായി. അദ്ദേഹത്തിൻ്റെ സംവിധായകൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഈ നടന് കഴിഞ്ഞു എന്നുള്ളതാണ്. സംവിധായകൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ഈ നടന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ കിരീടം എന്ന സിനിമയിൽ സിബി മലയിലാണ് സിനിമയുടെ സംവിധായകൻ. ലോഹിതദാസിൻ്റെതാണ് തിരക്കഥ. ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമയാണ് മോഹൻലാൽ നായകനായിട്ട് എത്തിയ ആ സിനിമ. ആ ജയിലിലൊക്കെ വെച്ച് തിലകൻ്റെ അച്ഛൻ കഥാപാത്രം അദ്ദേഹത്തെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചങ്കിലാണ് ചോര പൊടിഞ്ഞത് എന്നുള്ളത് സത്യമാണ്. അതെന്തുകൊണ്ടായിരിക്കാം? രണ്ടുപേരും അവിടെ മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചത്. രണ്ടുപേരും ജീവിക്കുക തന്നെയാണ് ചെയ്തത്. മോഹൻലാലും തിലകൻ ചേട്ടനും ഒക്കെ ജീവിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ആ സീനുകളിലൊക്കെ നമ്മുടെ ചങ്കില് കണ്ണുനീർ പൊടിയുന്നതിൻ്റെ കാര്യം അതാണ്. ഇങ്ങനെ എത്രയോ സിനിമകൾ താളവട്ടം എടുത്തു കഴിഞ്ഞാൽ താളവട്ടത്തിൽ അദ്ദേഹത്തെ നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം വിനുവേട്ടൻ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ആ രംഗമൊക്കെ കണ്ണുനീർ വാർക്കാതെ കണ്ണിൽ ഒരു തുള്ളിൽ കണ്ണുനീർ പൊടിയാതെ നമുക്ക് കണ്ടിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ചിത്രത്തിലെ അവസാന രംഗം അതൊക്കെ വളരെ ഫേമസ് ആയിട്ടൊരു രംഗമാണ്. നമുക്ക് പറയാതെ തന്നെ നമുക്കറിയാം. പ്രേംസന്റെ ഒരു ശൈലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം സിനിമകളിൽ ഇപ്പോൾ ആര്യൻ അഭിമന്യു പോലെയുള്ള സിനിമകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സിനിമകളിലും ഹാസ്യവും തമാശയും ദുരന്തവും ഒക്കെ കൂടിക്കലർന്ന ഒരു സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അദ്ദേഹത്തിൻ്റെ നായകന്മാരും അങ്ങനെയുള്ള നായകന്മാരാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വാദികരമാകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ആസ്വാദിക്കാം. ജീവിതത്തിൽ തമാശയും ദുഃഖവും ഒക്കെ ഉള്ള ഒരു സംഗതിയാണല്ലോ. അപ്പോൾ ആ ജീവിതത്തെ ആണല്ലോ ആവിഷ്കരിക്കുന്നത്. അല്ലെങ്കിൽ ആ ജീവിതത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ഓരോ കഥാപാത്ര സൃഷ്ടികൾ സംഭവിക്കുന്നത്. അങ്ങനെ വന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ എല്ലാം തന്നെ. പിന്നെ MTയുടെ തിരക്കഥയിലും അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ സംവിധായകൻ സിബി മലയിലായിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ 3 പെൺകുട്ടികളെ വകവരുത്താനായിട്ട് പോകുന്ന കഥാനായകൻ, ആ വകവരുത്തുന്ന അയാൾ അനുഭവിക്കുന്ന അതേ സംഘർഷം തന്നെ നമുക്കും അനുഭവിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ആ നടൻ്റെ വിജയം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം നിർമ്മാതാവായിട്ട് വന്നു. ഒരുപാട് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. മലയാള സിനിമയ്ക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് ഒരു പങ്ക് വഹിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് അതേ ചുവട് പിടിച്ച് പല നടന്മാരും രംഗത്ത് വരികയും അവരൊക്കെ സിനിമകൾ നിർമ്മിക്കുകയും. അപ്പോൾ അതാണ് പറയുന്നത്, ഭാവി തലമുറയ്ക്ക് ഒരു പ്രചോദനം
സിനിമയിലേക്ക് വരുന്ന ഭാവി തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് ഈ അവാർഡ് എന്ന് പറയുന്നതിന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കൂടി പറയുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ തുടരുമെന്ന സിനിമയുടെ നിരൂപണം നടത്തിയ സമയത്ത് ഞാൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്. നിങ്ങൾ തുടരും എന്ന സിനിമയുടെ നിരൂപണം വീണ്ടും എടുത്ത് ആ വീഡിയോ വീണ്ടും എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മോഹൻലാൽ തുടരും എന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. മലയാള സിനിമ തുടരും, മോഹൻലാൽ തുടരും എന്നാണ് ഞാൻ അതിൽ പറഞ്ഞത്. അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. മോഹൻലാൽ തുടരും.